എല്ലാവർക്കും സ്കൂൾ വിശേഷത്തിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിലെ IT പാഠപുസ്തകത്തിൽ 9ാമത്തെ അധ്യായമാണ് ഇന്ന് പഠിക്കാനുള്ളത്. ആകാശയാത്ര. 1969 ജൂലൈ 16 രാവിലെ 7 മണി അമേരിക്കയിലെ കേപ്പ് കെന്നഡി റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലെ റോക്കറ്റിൽ ഘടിപ്പിച്ച വാഹനത്തിൽ 3 പേർ പ്രവേശിച്ചു. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കിൾ കോളിൻസ്. റോക്കറ്റ് ആകാശത്തേക്ക് ഉയർന്നു. ഭൂമിയിലുള്ള കോടിക്കണക്കിന് ജനങ്ങളെ ആകാംക്ഷാഭരിതരാക്കി റോക്കറ്റ് ചന്ദ്രനെ ലക്ഷ്യമാക്കി കുതിച്ചു. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതിനെക്കുറിച്ച് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാകും. നമുക്കിവിടെ കളിക്കേണ്ടത് GComprisലെ ക്രോണോസ് എന്ന കളി ഉപയോഗിച്ച് ആകാശയാത്രയുടെ ഘട്ടങ്ങൾ അത് ചിത്രീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇന്നത്തെ ഗെയിം. ആകാശയാത്രയുടെ ചിത്രങ്ങൾ ക്രമമനുസരിച്ച് ചിത്രീകരിക്കണം. തൊട്ടുതാഴെ ഒരു ചിത്രം പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നു. അതിൽ കഥ പൂർത്തിയായാൽ ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന ഓക്കെയിൽ ക്ലിക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ചിത്രങ്ങളെ അവയുടെ ക്രമമനുസരിച്ച് വേണം ഓരോ സ്ഥാനത്തേക്കും അതത് സ്ഥാനത്തേക്ക് വലിച്ചിടാനായിട്ട്. നമുക്കിനി നേരെ ഗെയിമിലേക്ക് പോകാം. ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, GCompris എന്ന വിധത്തിൽ തുറക്കാം. കണ്ടുപിടിക്കാമോ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ നിന്നും പലതരം കളികൾ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. GComprisലേക്ക് സ്വാഗതം. തുടർന്ന് ക്രമം കണ്ടെത്തൂ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. സ്ക്രീനിൽ കാണുന്ന ചിത്രങ്ങളെ ആസ്പദമാക്കി ഒരു കഥ പറയൂ. നിങ്ങൾ പറഞ്ഞ കഥയ്ക്കനുസരിച്ച് ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളെ മൗസ് ഉപയോഗിച്ച് നീക്കി ഒരു ചിത്രകഥയാക്കി മാറ്റൂ. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഒരു കഥ പറയാനും ആ കഥയ്ക്കനുസരിച്ച് ചിത്രങ്ങളെ ഇടതുവശത്ത് കുറച്ച് 4 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അവയെ ക്രമമായിട്ട് 1, 2, 3, 4 എന്ന ഡോട്ടുകൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അവയെ ക്രമമായിട്ട് ഇതുപോലെ കൊണ്ടുവന്ന് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്രമം തെറ്റിയാൽ വീണ്ടും തിരിച്ചും മറിച്ചും ശരിയാക്കാവുന്നതാണ്. അതിനുശേഷം OK ബട്ടൺ അമർത്താം. ഇപ്പോൾ ഇവിടെ ക്രമം തെറ്റിയാണ് നൽകിയിരിക്കുന്നത്. അതിനാൽ അവയെ ക്രമപ്പെടുത്തി വേണം. എങ്ങനെയാണ് ക്രമപ്പെടുത്തേണ്ടത് എന്ന് വെച്ചാൽ ചിത്രം നോക്കുക. ചിത്രം സൂക്ഷ്മമായി നിരീക്ഷിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ചിത്രകഥ എങ്ങനെയാണെന്ന് മനസ്സിലാകും. ഇവിടെ ആപ്പിൾ മരവും ടെക്സും ആണ് കാണിച്ചിരിക്കുന്നത്. ആപ്പിള് ശ്രദ്ധിക്കണം, ടെക്സിനെയും ശ്രദ്ധിക്കണം. ആപ്പിൾ താഴേക്ക് വീഴുന്നതനുസരിച്ച് അവയുടെ ക്രമം ശരിയാക്കുക. എല്ലാ ചിത്രവും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചെങ്കിൽ മാത്രമേ ഇവയുടെ ക്രമം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. തെറ്റിപ്പോയാൽ വീണ്ടും ശരിയാക്കാവുന്ന സമയം ഉണ്ട്. പലതവണ ആവർത്തിച്ച് ചെയ്യാവുന്ന പ്രവർത്തനമാണിത്. ആ ലെവലും പൂർത്തിയായി കഴിഞ്ഞു. അടുത്തത് ആവി എഞ്ചിനും അതുപോലെ മറ്റൊരു യന്ത്രവുമാണ്. അവ കണ്ടുപിടിച്ചു, ശരിയായി. ഇത്രയുമാണ് ഇന്നത്തെ പ്രവർത്തനം. ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയേക്കുക. താങ്ക് യു.